പോലീസ് ജനങ്ങളോട് മര്യാദയോടെ പെരുമാറണമെന്നും ലോക്കപ്പുകളിൽ മനുഷ്യാവകാശ ദംശനം നടക്കില്ല എന്ന് ഉറപ്പുവരുത്തുമെന്നത് നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിങ്ങൾ നൽകിയ വാഗ്ദാനമാണ്. സാർ, നിങ്ങളുടെ പ്രകടന പത്രികയ്ക്ക് നിങ്ങൾ കടലാസിൻ്റെ വില പോലും നൽകുന്നില്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ഇന്ന് കേരളത്തിൽ പോലീസ് മർദ്ദനവും ലോക്കപ്പ് മർദ്ദനം തനിയാവർത്തനമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിഭീകരമായ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന നിലയിലുള്ള കഥകളാണ് സാർ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സാറേ, നിങ്ങൾ നിയമസഭയിൽ നൽകിയ കണക്ക് പ്രകാരം തന്നെ 42 പരാതികൾ 2024 ജൂലൈ വരെ വന്നു. വരാത്ത പരാതികൾ ഇതിനേക്കാൾ ഏറെയാണ്. 9 വർഷത്തിനിടയിൽ 17 കസ്റ്റഡി മരണങ്ങളാണ് കേരളത്തിലുണ്ടായത്. സാർ, ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് പോലീസ് ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം എന്ത് വൃത്തികേട് ചെയ്താലും അവർ സംരക്ഷിക്കപ്പെടുമെന്നൊരു ഉറപ്പ് ഇന്ന് പോലീസിലെ ക്രിമിനൽസിന് ഉണ്ട് എന്നുള്ളതാണ്. പോലീസിലെ ഏതാനും ക്രിമിനൽസ്, എല്ലാവരും ആക്ഷേപിക്കുകയല്ല, ഏതാനും ക്രിമിനൽസിൽ ഉണ്ട് എന്നുള്ളതാണ്. സാർ, ഇന്ന് ഈ മർദ്ദനത്തിന് വിധേയരായ എല്ലാ വിഷയങ്ങളും നിങ്ങൾ പരിശോധിച്ചോളൂ. റോജി ഇവിടെ ഒരുപാട് കണക്കുകൾ ഇവിടെ അവതരിപ്പിച്ചു. ഇവരാരും ഭീകരന്മാരോ കൊലപാതകങ്ങളോ കവർച്ചക്കാരോ ഒന്നുമല്ല. നിസാരമായ തർക്കങ്ങളുടെ പേരിൽ, സംശയങ്ങളുടെ പേരിൽ പോലീസ് കൊണ്ടുവന്നവരാണ്. അവരെയാണ് ഈ ഭീകരമായ മർദ്ദനത്തിന് വിധേയരാക്കുന്നത്. ബിരിയാണിയുടെ പേരിൽ കരണമടിച്ചു പൊട്ടിക്കുന്ന പോലീസായി കേരളത്തിൻ്റെ പോലീസ് മാറിയിരിക്കുന്നു എന്നുള്ളത് എത്ര മോശമായ സാഹചര്യമാണ് സാർ ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. സാർ, ഇവിടെ ഭരണഘടനാപരമായി ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് ആരാണ് സാർ? സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിൻ്റെ ഭാഗമായ പോലീസാണ് ഇന്ന് ഈ അട്രോസിറ്റീസിന് മുഴുവനും ഇന്ന് കേരളത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാർ, പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി പിരിച്ചുവിടണം. എന്ത് പ്രയോജനമുണ്ട് സാർ ഈ അതോറിറ്റിയെക്കുറിച്ച്? അവർക്കൊരു ശുപാർശ ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഇതിൻ്റെ കണക്ക് പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നൽകിക്കൊണ്ടുവന്നിരിക്കുന്ന പരാതികളുടെ എണ്ണം തന്നെ, പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിക്ക് വരുന്ന പരാതികളുടെ എണ്ണം തന്നെ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. കാരണം പരാതി കൊടുത്തിട്ട് കാര്യമില്ല. ഇത് ആരോടാണ് സാർ പരാതി പറയാൻ കഴിയുന്നത്? ഈ പരാതി പറഞ്ഞാൽ എന്ത് നടപടി എടുക്കാൻ കഴിയും സാർ? ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. ഇവർക്ക് സ്ഥലമാറ്റം എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത് അവർക്കെതിരെ നടപടിയല്ല. അവർക്കെതിരെയുള്ള സസ്പെൻഷനോ ഡിസ്മിസലോ അടക്കമുള്ള നടപടിയിലേക്കാണ് പോകുന്നത്. CCTV നമ്മൾ കണ്ടതാണ്. അതിഭീകരമായ അവസ്ഥയാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനുകൾ നേരിടേണ്ടി വന്നിട്ടുള്ളതെന്ന് സൂചിപ്പിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.